ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ മട്ടൻ്റെ കാലും ചെറുകുടലും ബോട്ടിയൊക്കെ എന്നുള്ള ഒരു റെസിപ്പിയാണ്. അറബി സ്റ്റൈലിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബോട്ടി, ചെറുകുടൽ, പിന്നെ കാലിൻ്റെ എല്ലാണ് കേട്ടോ, കുളമ്പ്, ഇതൊക്കെ റെഡിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലോട്ട് വെച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഓൾറെഡി നല്ല വൃത്തി കഴുകിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പുഴുങ്ങി കിട്ടണം. അതിലേക്ക് നമ്മൾ തിളച്ചതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കുമ്പോൾ നമ്മൾ ഈ ചെറുകുടൽ ഓൾറെഡി ഞാൻ കഴുകി വൃത്തിയാക്കിയതാണ്. അപ്പോൾ ഈ പുഴുങ്ങുമ്പോൾ ചെറുകുടലൊന്ന് വീർത്ത് വരും, കാരണം അത് ചുറ്റിക്കെട്ടിയതാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയാണ് പുഴുങ്ങുന്നത്. അതിൻ്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കളയാനാണ്. അപ്പോൾ നമുക്കതിനെ ഊറ്റാം കേട്ടോ. തിളച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോ ചെറുകുടലും നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് അതിലെന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കത്തിയെടുത്ത് ആ സൈഡ് കുത്തി വിട്ട് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോളും. വെള്ളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോളും. കണ്ടില്ലേ? വേസ്റ്റല്ല, ഇത് വെള്ളം കെട്ടിയിരിക്കുന്നതാണ്. ഓൾറെഡി ഞാൻ കഴുകിയിട്ടുണ്ട്. എന്നാലും ഒന്ന് കുത്തി വിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? എല്ലാം അതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക, ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, തക്കാളി, പച്ചമുളക്, ഉണക്കനാരങ്ങ, മഞ്ഞൾപ്പൊടി, കുറച്ച് മട്ടൻ മസാല, ഇതെല്ലാം കൂടെ ഇട്ട് ഒന്നേന്ന് നമുക്ക് വേവിച്ചെടുക്കുക. അപ്പോൾ വേവിച്ചെടുത്ത് നമുക്ക് ഒന്നേന്ന് കൂടെ ഒന്ന് ഊറ്റിയെടുക്കുക. അപ്പോൾ അത് വേവിച്ച് മാറ്റിയിട്ടുണ്ട്. ഓൾറെഡി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്കുള്ള ആവശ്യത്തിനുള്ള സാധനം: ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, ഗ്രാമ്പ്, ഏലക്ക, പട്ട, ഇല. നേരെ കുക്കിങ്ങിലോട്ട് പോവാം. ഫ്രൈ പാനിൽ നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുക. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി, ഇഞ്ചി, ഏലക്ക, ഗ്രാമ്പ്, വെളുത്തുള്ളി, ഇതൊക്കെ ഇട്ട് നമുക്ക് നല്ലോണം വശക്കിയെടുക്കുക. നല്ല വൃത്തി ഒന്ന് വശക്കിയെടുക്കുക. പാകത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പെട്ടെന്ന് ബ്രൗണായി വരും. നല്ല ബ്രൗൺ കളറിൽ ആയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബോട്ടിയും കാലും നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മട്ടൻ മസാല ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ടാൽ മതി. പുഴുങ്ങിയപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, കുറച്ച് മട്ടൻ മസാല. അപ്പോൾ നമ്മുടെ ബോട്ടി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. മസാലയൊക്കെ ഇട്ടൊന്ന് ക്ലിക്കാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മട്ടൻ ബോട്ടി ഫ്രൈ.